നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ലേറ്റ് എഡിഷനിലേക്ക് വിശദമായി. CPIM SDPI ബന്ധമെന്ന ആരോപണം കോൺഗ്രസിന്റെ നുണയെന്ന് മുഖ്യമന്ത്രി. SDPI ബന്ധം സംബന്ധിച്ച ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി ക്ഷുഭിതനായി. എന്നാൽ SDPI വോട്ട് തള്ളാതെയാണ് നേമത്തെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. വർഗീയ സംഘടനകളുമായി കൂട്ടുകെട്ടിന് പോയിട്ടില്ലെന്നും ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ലെന്നും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. BJP ഡീൽ ആരോപണത്തിന് പിന്നാലെ CPIM SDPI ബന്ധവും തെരഞ്ഞെടുപ്പ് ചർച്ചയാവുകയാണ്. മങ്കട, വേങ്ങര മണ്ഡലങ്ങളിൽ നിന്നുള്ള SDPIയുടെ പിന്മാറ്റത്തോടെ ആരംഭിച്ച ചർച്ച രാഷ്ട്രീയ വാക്പോരിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരോപണം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന വ്യാമോഹം വേണ്ടതില്ല. ഏതാനും വോട്ടിനു വേണ്ടി അവസരവാദ നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറില്ല. എപ്പോഴും തത്വാധിഷ്ഠിതമായ നിലപാടാണ്. SDPI വോട്ട് വേണ്ടെന്ന് വയ്ക്കുമോ എന്ന ചോദ്യം ആവർത്തിച്ചതോടെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ക്ഷുഭിതനായി. ഇയാൾക്ക് വേറെ എന്തോ സൂക്കേടാണ് കേട്ടോ. ഇനി അത് ഞാൻ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ എന്തോ അജണ്ടയും കൊണ്ട് വന്നിരിക്കുക. ഏതോ ഒരു ഞാൻ സാധാരണ അങ്ങനെ ചോദിക്കില്ല, പക്ഷെ എന്തോ പ്രത്യേക അജണ്ടയായിട്ട് വന്നാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഈ പത്രസമ്മേളനം തന്നെ അലങ്കോലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു രീതിയിലല്ല വേണ്ടത്. SDPIയെ കുറിച്ച് ഞാനാണോ മറുപടി പറയുന്നത്? SDPIക്കാരോട് നിങ്ങൾ പോയി ചോദിക്കണോ? എന്നാൽ SDPI വോട്ട് തള്ളാതെയാണ് നേമത്തെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയുടെയും മുതിർന്ന CPIM നേതാവ് A വിജയരാഘവന്റെയും പ്രതികരണങ്ങൾ. വോട്ട് മത്സരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരാളുടെ വോട്ട് വേണ്ട, ഒരാളുടെ വോട്ട് വേണം, അങ്ങനെയല്ല. മറ്റ് പാർട്ടികളുടെ പിന്നിൽ അണിനിരന്നിട്ടുള്ള ജനങ്ങളെ ഇടതുപക്ഷ ചേരിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അവസരത്തിൽ എല്ലാ ജനങ്ങളോടുമാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അല്ലാതെ ഇന്ന ആൾക്കാർ മാത്രം എനിക്ക് വോട്ട് ചെയ്താൽ മതി എന്ന് പറയാറില്ല. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞില്ല ഇന്ന ആൾക്കാരുടെ വോട്ട് മാത്രമേ ചോദിച്ചു വാങ്ങണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. SDPI വോട്ട് വേണ്ടെന്ന് വയ്ക്കുമോ എന്ന ചോദ്യത്തിന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമായ മറുപടി നൽകിയില്ല. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും SDPI പിന്തുണ പൂർണ്ണമായി തള്ളുന്നില്ല. വർഗീയ സംഘടനകളുമായി കൂട്ടുകെട്ടില്ലെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. വോട്ട് തരുന്നത് അവരാ തീരുമാനിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ വോട്ട് കൊടുക്കേണ്ടപ്പം ഞങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾ വർഗീയ സംഘടനകളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഒരു സ്ഥാനാർത്ഥിക്ക് ആരെങ്കിലും വോട്ട് കൊടുത്താൽ സ്ഥാനാർത്ഥി വോട്ട് വേണ്ടാന്ന് പറയില്ല. ഞങ്ങൾക്ക് ബന്ധമില്ല, ഞങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല. CPIM SDPI ബന്ധം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. കാസർഗോഡ് മവ്വലിൽ വിവാഹ ആഘോഷത്തിൽ പടക്കം പൊട്ടിക്കുന്നതിനിടെ പന്തലിന് തീപിടിച്ചു. നാട്ടുകാർ ചേർന്ന് തീ അണച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. അരുൺ പാറക്കലുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ബേക്കൽ മീത്തൽ മവ്വലിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മവ്വൽ സ്വദേശി ഇബ്രാഹിമിന്റെ മകളുടെ വിവാഹമായിരുന്നു. ചെർക്കളയിൽ നിന്നാണ് വരന്റെ കുടുംബം എത്തിയത്. ഈ വരന്റെ വീട്ടുകാർ എത്തിയപ്പോഴാണ് ഈ പടക്കം പൊട്ടിച്ചത്. പടക്കം പൊട്ടിച്ച ഉടനെ തന്നെ പൊട്ടിച്ച പടക്കം പന്തലിന് മുന്നിലേക്ക് ഒരുക്കിയ അലങ്കാരത്തിലേക്ക് വീഴുകയായിരുന്നു. അങ്ങനെ തീ പടർന്നു പിടിച്ചു. നിമിഷ നേരം കൊണ്ട് 10 അടി ഉയരത്തിലേക്ക് തീ പടരുകയായിരുന്നു. അവിടെ കല്യാണത്തിന് എത്തിയ ആളുകൾ എല്ലാവരും ചേർന്നാണ് തീ അണച്ചത്. വലിയ ദുരന്തമാണ് ഒഴിവായത്. ഈ ആഘോഷം അതിരുവിട്ടതാണ് അപകടത്തിന് കാരണമായത്. അശ്രദ്ധമായി പടക്കം കൈകാര്യം ചെയ്യുകയായിരുന്നു. എന്തായാലും ആർക്കും പരുക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്മേഷ്, ശരി. അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA ക്യാമ്പിന് ആവേശമായി സംസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണം. ഡീൽ ആരോപണവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസും പരാമർശിച്ചായിരുന്നു പാലക്കാട് മോദിയുടെ പ്രസംഗം. ആയിരക്കണക്കിന് പ്രവർത്തകർ മോദിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കാനായി തൃശൂരിലെത്തി. പാലക്കാട് കോട്ടമൈതാനത്തെ ആവേശക്കടലാക്കിയായിരുന്നു NDAയുടെ തിരഞ്ഞെടുപ്പ് റാലി. 12 മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിക്കൊപ്പം കേരളം മാറ്റത്തിന്റെ സന്ദേശം നൽകുന്നുവെന്നും NDA സർക്കാർ വികസിത കേരളം ഉണ്ടാക്കുമെന്നും പ്രധാനമന്ത്രി. LDFന്റെയും UDFന്റെയും പരസ്പരമുള്ള B ടീം ആരോപണത്തിൽ നരേന്ദ്രമോദിയുടെ മറുപടി ഇങ്ങനെ: कम्युनिस्ट और कांग्रेस ने मिलकर एक नया प्रोपेगेंडा शुरू किया है। कम्युनिस्ट कहते हैं कि कांग्रेस बीजेपी की बी टीम है और कांग्रेस वाले कहते हैं कम्युनिस्ट बीजेपी की बी टीम है। यानी LDF और UDF इन लोगों ने भी मान लिया है इस बार केरलम चुनाव में एक टीम अगर कोई है
BJP അധികാരത്തിലെത്തിയാൽ അഴിമതികൾ പുറത്തു കൊണ്ടുവരുമോ എന്ന ഭയത്തിലാണ് ഇരുമുന്നണികളുമെന്ന പ്രധാനമന്ത്രി. കേന്ദ്രം നൽകിയ ഫണ്ട് LDF കീശയിലാക്കിയെന്നും ആരോപണം. നിലവിലെ പാലക്കാട് MLA രാഹുൽ മാങ്കുട്ടത്തലിനെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങൾ പ്രധാനമന്ത്രി പരാമർശിച്ചു. पालक्काड़ में ही आपने देखा है इनके नेता ही महिलाओं की सुरक्षा के लिए खतरा बन गए हैं. कल ही कांग्रेस को अपने एक और नेता को महिला शोषण के गंभीर आरोप के बाद मजबूरी में पार्टी से निकालना पड़ा है. പാലക്കാട്ടെ പൊതുസമ്മേളനത്തിന് ശേഷം ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തിയത്. കുട്ടനെല്ലൂരിൽ നിന്ന് കാർ മാർഗം സ്വരാജ് റോഡിലെത്തി. റോഡിന്റെ ഇരുവശത്തുമായി ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും NDA സ്ഥാനാർത്ഥികളായ CC മുകുന്ദൻ, പത്മജ വേണുഗോപാൽ, KK അനീഷ് കുമാർ എന്നിവർ മോദിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. റോഡ് ഷോയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാലക്കാടൻ പ്രസംഗത്തിന് ഒരുപാട് സന്ദേശമുണ്ട്. അത് ഡീൽ ആരോപണത്തിനുള്ള കൃത്യമായ മറുപടിയാണ്. അതിലപ്പുറത്തേക്ക് കേന്ദ്രം കേരളത്തെ സഹായിക്കുന്നില്ല എന്ന സർക്കാരിൻ്റെ ആരോപണത്തിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചപ്പോൾ നൽകിയതിലും 5 ഇരട്ടിയാണ് താൻ കേരളത്തിന് നൽകിയതെന്ന്. അങ്ങനെ ആരോപണങ്ങളുടെ വലിയ ശരവർഷമായിരുന്നു മോഡി പാലക്കാട് തൊടുത്തുവിട്ടത്. ക്യാമറാമാൻ രാജേഷ് വളരികുണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24. ചിറയൻകീഴിലെ ഇന്ദിരാ ഗ്യാരണ്ടി ബസ് യാത്രയ്ക്കെതിരായ പരാതി ആസൂത്രിതമെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. പരാതിക്ക് പിന്നിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയം. പ്രതീകാത്മക യാത്ര നടത്തിയതിൽ ആർക്കാണ് പ്രശ്നമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF പുറത്തിറക്കിയ 5 ഗ്യാരണ്ടികളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. ചിറയൻകീഴ് നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് സ്വകാര്യ ബസ് ഇറക്കി പദ്ധതി മാതൃക പരീക്ഷിച്ചതോടെ വിവാദം. പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ യാത്ര തടഞ്ഞു. LDFും പരീക്ഷണ ഓട്ടത്തിനെതിരെ പരാതി നൽകിയിരുന്നു. മഹിളാ കോൺഗ്രസുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും പരാതിക്ക് പിന്നിൽ ഭയമെന്നും രമ്യ ഹരിദാസ്. മഹിളാ കോൺഗ്രസ് അതിന് മുൻകൈ എടുത്തുകൊണ്ട് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ അതിൻ്റെ ഒരു പരസ്യ പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ചെങ്കിൽ ഈ പദ്ധതി ജനങ്ങൾ, അമ്മമാർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ബാധിക്കുമെന്ന് തോന്നുന്നവർ അല്ലെങ്കിൽ അതിൽ അസഹിഷ്ണുതയുള്ളവരുടെ ഒരു ആസൂത്രിത നീക്കമായിരിക്കാം. ബസ് യാത്ര നടത്തിയതിൽ ആർക്കാണ് പ്രശ്നമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിലല്ലേ പോയത്, അല്ല KSRTC ബസ്സിലല്ല പോയത്. അതൊക്കെ ജനങ്ങൾ ഒന്ന് വിലയിരുത്ത് നടത്തട്ടെ. ഇന്ദിരാ ഗ്യാരണ്ടി UDFന്റെ ആദ്യ ക്യാബിനറ്റിൽ നടപ്പാക്കുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുകയുണ്ടായി. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അതേസമയം ട്രയൽ യാത്രയിൽ ജില്ലാ കളക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 24 തിരുവനന്തപുരം. ധർമ്മടത്ത് ഇപ്പോൾ ഒരു പരാതി ഉയരുന്നുണ്ട്. അവിടെ UDF സ്ഥാനാർത്ഥിയെ തടഞ്ഞു എന്നുള്ള പരാതിയാണ് ഉയരുന്നത്. അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദിനെതിരെ കയ്യേറ്റ ശ്രമമുണ്ടായി, ഭീഷണിയുണ്ടായെന്ന് UDF ആരോപിക്കുന്നുണ്ട്. അഞ്ചരക്കണ്ടി മുഴപ്പാല കൈതപ്പുറത്ത് വെച്ചാണ് ഈ സംഭവം. പോലീസ് നടപടി സ്വീകരിച്ചില്ല എന്നാരോപിച്ച് UDF പ്രവർത്തകർ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയാണ്. മണ്ണെണ്ണ രഹിതമായി മാറി 21 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മണ്ണെണ്ണ വിതരണം ചെയ്യാൻ കേന്ദ്രം. മണ്ണെണ്ണ സൂക്ഷിക്കുന്നതിനും വിതരണം ചെയ്യാനും നിയമങ്ങൾ ലഘൂകരിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ പെട്രോൾ പമ്പ് വഴി മണ്ണെണ്ണ വിതരണം ചെയ്യും. 2 മാസത്തേക്ക് ചട്ടങ്ങളിൽ ഇളവ്. PR അരവിന്ദ്, ഡൽഹിയിൽ നിന്ന് അരവിന്ദ്, വിശദാംശങ്ങൾ. ഉന്നയിച്ച് LPG ക്ഷാമം രൂക്ഷമാവുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മണ്ണെണ്ണ സൂക്ഷിക്കുന്നതിനും വിതരണത്തിനുമുള്ള നിയമങ്ങൾ കേന്ദ്ര സർക്കാർ ലഘൂകരിച്ചത്. ഇതോടുകൂടി തന്നെ മണ്ണെണ്ണ രഹിതമായി മാറിയ 21 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഇനി മുതൽ മണ്ണെണ്ണ വിതരണം ചെയ്യും. പെട്രോൾ പമ്പുകൾ വഴി മണ്ണെണ്ണ വിതരണം ചെയ്യുവാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഒരു ജില്ലയിലെ ഈ 21 കേന്ദ്രഭരണ അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലെ ഒരു ജില്ലയിലെ 2 പെട്രോൾ പമ്പുകൾക്ക് 5000 ലിറ്റർ വരെ മണ്ണെണ്ണ സൂക്ഷിക്കുവാനും ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട്. അവിടെ തന്നെ വിതരണവും നടക്കും. ഇത് പ്രധാനമായും പൊതുവിതരണ സംവിധാനം വഴി നിലവിൽ മണ്ണെണ്ണ വിതരണമില്ലാത്ത സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഈ ഭേദഗതി കേന്ദ്രം വരുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ മണ്ണെണ്ണ മലിനീകരണം, നമുക്കറിയാം മണ്ണെണ്ണ മലിനീകരണം വർദ്ധിപ്പിക്കുന്ന ഒരു ഇന്ധനമായതിനാലാണ് പല സംസ്ഥാനങ്ങളും അത് ഒഴിവാക്കിയിട്ടുള്ളത്. 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ഇപ്പോൾ ഈ മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട നിയമം കേന്ദ്രം ലഘൂകരിച്ചത്. കാരണം വലിയ രീതിയിലുള്ള പാചകവാതക പ്രതിസന്ധി സംസ്ഥാനങ്ങളിലുണ്ട്. മണ്ണെണ്ണ കൂടി ലഭ്യമാകാത്തതോടുകൂടി തന്നെ വലിയ പ്രതിസന്ധി സംസ്ഥാനങ്ങൾ നേരിടുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്. ശരി, PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
പാർട്ടിക്കുള്ളിൽ ജനാധിപത്യത്തിന് വേണ്ടി പോരാടിയ ആളാണ് പി.കെ. ശശിയും താനുമെന്ന് ഡോക്ടർ ശശി തരൂർ MP. രണ്ടുപേരും അതിൽ പരാജയപ്പെട്ടെന്നും ഡോക്ടർ തരൂർ പറഞ്ഞു. പാർട്ടിയുടെ അകത്ത് ജനാധിപത്യത്തിന് വേണ്ടി വാദിച്ചു. അദ്ദേഹം നല്ല കഷ്ടപ്പെടുത്തിട്ട് ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചു. ഞാനും എന്റെ പാർട്ടിയുടെ അകത്ത് അത് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. രണ്ടാളും ഞങ്ങളുടെ രീതിയിൽ പരാജയപ്പെട്ടു. പക്ഷേ എന്റെ പാർട്ടി എന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗമാക്കി. അദ്ദേഹത്തിന്റെ പാർട്ടി നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് നമ്മളുടെ അടുത്തേക്ക് അയച്ചു തന്നു. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മാറി വന്നു. വീണ്ടും വാർത്തകളിലേക്ക്. നിതീഷ് കുമാർ ബീഹാറിലെ MLC സ്ഥാനം നാളെ രാജിവെക്കും. JDU MLA അനന്ത് കുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാർ ഉടൻ രാജിവെക്കുമെന്ന് സൂചന. JDU നേതാക്കളായ അനന്ത് കുമാർ, സഞ്ജയ് കുമാർ ഝാ, ലല്ലൻ സിംഗ് എന്നിവർ നിതീഷ് കുമാറുമായി ഇന്ന് ചർച്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് രാജിക്കാര്യം അനന്ത് കുമാർ അറിയിച്ചത്. IPL-ൽ മുംബൈ ഇന്ത്യൻസിന് തകർപ്പൻ ജയം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 6 വിക്കറ്റിന് തകർത്തു. 13 സീസണുകൾക്ക് ശേഷമാണ് മുംബൈ ആദ്യ മത്സരത്തിൽ ജയിക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസ്തവ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, ദൈവത്തിന്റെ പോരാളികൾ തോറ്റേ തുടങ്ങാറുള്ളൂ എന്ന ഒരു പരിഹാസം സ്ഥിരമായി കേൾക്കുന്നവരാണ് മുംബൈ ഇന്ത്യൻസ്. കഴിഞ്ഞ 13 സീസണിലും തോറ്റാണ് മുംബൈ തുടങ്ങിയത്. പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഒരു തകർപ്പൻ ജയത്തോടുകൂടി സീസൺ തുടങ്ങിയിരിക്കുകയാണ്. അതും സ്വന്തം തട്ടകത്തിൽ മുംബൈ വാങ്കഡയിൽ ഒരു റെക്കോർഡ് ജയമാണ്, റെക്കോർഡ് ചേസാണ് മുംബൈയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 221 റൺസ് എന്ന വിജയലക്ഷ്യമാണ് മുംബൈ 5 പന്ത് ബാക്കി നിൽക്കെ മറികടന്നത്. അതിന് അവരെ സഹായിച്ചത് റിയാൻ റിക്കൾട്ടൻ്റെയും രോഹിത് ശർമ്മയുടെയും തകർപ്പൻ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ്. 1-ാം വിക്കറ്റിൽ അവർ 148 റൺസ് അടിച്ചതോടുകൂടി തന്നെ കാര്യങ്ങൾ മുംബൈയുടെ വഴിക്കായി. ഒരു ഗംഭീര തുടക്കം തന്നെയാണ് മുംബൈക്ക് ലഭിച്ചത്. രോഹിത് ശർമ്മ അദ്ദേഹത്തിൻ്റെ സമീപകാല മിന്നും ഫോം തുടർന്ന് 38 പന്തിൽ 6 വീതം 6ഉം 4ഉം ഉൾപ്പെടെ 78 റൺസ് അടിച്ചപ്പോൾ 43 പന്തിൽ 4 4ഉം 8 6ഉം ഉൾപ്പെടെ റിയാൻ റിക്കൾട്ടൽ 81 റൺസും എടുത്തു. തിലക് വർമ്മ 20 റൺസ് എടുത്തപ്പോൾ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ 18 റൺസുമായി പുറത്താകാതെ നിന്നു. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റ് നഷ്ടത്തിലാണ് 220 എത്തിയത്. ഒരുപക്ഷെ അവർക്ക് മുംബൈയെ പോലെ ഒരു ടീമിനെതിരെ ഒരു മികച്ച സ്കോർ തന്നെയാണ്. പക്ഷേ അവർക്ക് നല്ല ബൗളേഴ്സ് ഇല്ലാത്തത്, അല്ലെങ്കിൽ പരുക്ക് മൂലം പ്രധാനപ്പെട്ട ബൗളേഴ്സൊക്കെ തന്നെ പുറത്തായതിൻ്റെ തിരിച്ചടി മനസ്സിലാവുന്ന ഒരു ഇന്നിംഗ്സ് കൂടിയാണ് കണ്ടത്. അങ്ങനെ മുംബൈ എന്തായാലും തകർപ്പൻ ജയത്തോടു കൂടി തുടങ്ങിയിരിക്കുന്നു. ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ 2012-ലാണ് ഇതിനു മുമ്പ് ആദ്യ മത്സരത്തിൽ മുംബൈ ജയിച്ചത്. അതിനുശേഷം കഴിഞ്ഞ 13 സീസണിലും മുംബൈ തോൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആദ്യ മത്സരം തോറ്റു തുടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനെതിരെ വലിയ പരിഹാസങ്ങളും ട്രോളുകളും ഒക്കെ തന്നെയാണ് എല്ലാ കാലത്തും ഉയർന്നുണ്ടായിരുന്നത്. അതിനൊക്കെ തന്നെ ഒരു മറുപടി എന്ന തരത്തിൽ കൂടിയാണ് മുംബൈയുടെ ഇപ്പോഴത്തെ തകർപ്പൻ ജയം, അതും ഒരു റെക്കോർഡ് ചേസ്. ഉന്മേഷ്, ശരി. അനിൽ വാസ്തവാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കാണാം മിസ്സിസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരി. തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ 3 മുന്നണികൾക്കും അനുകൂലമാണ്. ഭരണമാറ്റം ആഗ്രഹിക്കുന്നവരും ഭരണം തുടരണമെന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. കനത്ത ചൂടിലും തിരുവനന്തപുരത്ത് ചർച്ചയാകുന്നത് തെരഞ്ഞെടുപ്പ് തന്നെ. മിസ്സിസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരി യാത്ര തുടരുകയാണ് തിരുവനന്തപുരത്ത്. അപ്പം മിസ്സിസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരിയുടെ യാത്ര തുടരുകയാണ്. വിനീത, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ബൽറാം, നമ്മളിപ്പോൾ ഈസ്റ്റ് ഫോർട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ കിഴക്കേക്കോട്ടയിലേക്കാണ് പോകുന്നത്. അവിടെ ഒരുപാട് കടക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഒപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഡൽഹിയെക്കാളും കേരളത്തിൽ വന്നപ്പോൾ, തിരുവനന്തപുരത്ത് വന്നപ്പോൾ ചൂട് കൂടുകയാണല്ലേ? അതെ, ഡൽഹിയിലെ ചൂട് കുറച്ചും കൂടി ഡ്രൈ ആയ ഒരു ചൂടാണ്. ഇവിടെ നന്നായി വേർക്കുന്നുമുണ്ട്. അത് തന്നെയാണ് വ്യത്യാസം. അതിൻ്റെ ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പും വളരെ ശക്തമായ ചൂടിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. അപ്പൊ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുന്നു, ഒപ്പം തന്നെ കാലാവസ്ഥയും ചൂടുപിടിക്കുകയാണ്. നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സിസിന്റെ യാത്ര, സവാരി ഗിരിയുടെ യാത്ര, അതും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നമുക്കിനി കിഴക്കേക്കോട്ടയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു ചൂട് എല്ലാം ഒന്ന് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. അതെ, അപ്പം സവാരി ഗിരിഗിരി അല്ലേ? സവാരി ഗിരിഗിരി. നമ്മളപ്പോൾ കിഴക്കേക്കോട്ട എത്തിയിരിക്കുകയാണ്. മാർക്കറ്റൊക്കെ നല്ല തിരക്കുണ്ട്. നല്ല ശക്തമായ ചൂടുണ്ടെങ്കിലും ആളുകളുടെ ഒരു തിരക്കിനൊന്നും ഒരു കുറവുമില്ല. നിറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ചൂടും അതുപോലെ തന്നെയാണ്. ഒരു വർഷത്തെ തെരഞ്ഞെടുപ്പ് ചൂടുണ്ട്, അപ്പം തന്നെ അതൊക്കെ മറികടന്ന ആളുകൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ചേച്ചി, എങ്ങനെയുണ്ട് ചൂട്? ഭയങ്കര ചൂട് കൂടുകയാണ്. നല്ല ചൂടുണ്ട്, നിക്കാൻ വയ്യ. അതാണ്ട് ഇത്ര നേരം അവിടെ പോയി ഇരിക്കുകയാണ് ചെയ്തത്. അതിനായിട്ട് ആളും ഇല്ല. ഇലക്ഷൻ എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ട്? ഇലക്ഷൻ കാലം ചൂട് എല്ലാം ചേർത്ത് തോർത്തിന് നല്ല
കച്ചവടമായിരിക്കില്ലേ? തോർത്തെല്ലാം സാധനം വിലയും കൂടി, കസ്റ്റമർ മൊത്തത്തിൽ കുറവ്, വെയിലായോണ്ട് ആരും വരുന്നില്ല. ആദ്യത്തെ ഓട്ടാണ്, കന്നി ഓട്ടാണ്. അപ്പൊ അതെ, ഒരു കന്നി ഓട്ടറെ പരിചയപ്പെട്ടു. ആർക്കാ ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എങ്ങനെയാ ഒരു ജെൻസി വോട്ടാണ്? എങ്ങനെയാ മൊത്തത്തിലൊരു വിലയിരുത്തൽ എങ്ങനെയാ? മാറ്റം വേണോ അതോ നിലവിൽ ഇങ്ങനെ പോയാൽ മതിയോ? മാറ്റം വേണം. മാറ്റം വേണം. അപ്പൊ മാറ്റത്തിനാണ് വോട്ടെന്നാണ് പറയുന്നത്. ഇത് തന്നെ കാണിച്ചാൽ മതി. മാറ്റത്തിന്റെ വലിയൊരു സംഭവം ഈ തിരക്ക്, യാത്രാ ക്ലേശം കണ്ടില്ലേ? ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാ വണ്ടി പാർക്ക് ചെയ്യാനും ഈ പോകാനും. വണ്ടികൾ കണ്ടില്ലേ, ഭയങ്കര ബ്ലോക്കായി. സ്ഥാനാർത്ഥികളൊക്കെ വരുമ്പോ ഈ ആവശ്യങ്ങളൊക്കെ പറയാറുണ്ടോ? സ്ഥാനാർത്ഥികൾ വരുന്നില്ലല്ലോ, വോട്ട് ചോദിക്കാനേ വന്നിട്ടില്ല. നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ, അവർ മെസ്സേജ് ഇടുകയല്ലേ ഫോണിൽ കൂടി. നമ്മളെ പാവങ്ങളെ ഇതവര് നോക്കില്ലല്ലോ. അവര് ആവശ്യത്തിന് വരുന്നു, അവര് പറഞ്ഞ സമയം മാത്രം റോഡ് എത്ര ഇത് കുണ്ടും കുഴിയാ കിടന്നാലോ അതിനപ്പോഴത്തേക്ക് അവര് പറഞ്ഞ ആ ലെവല് മാത്രം അവർ ക്ലിയർ ചെയ്തിട്ട് അവർ സേഫ്റ്റി നോക്കിയിട്ട് അവർ പോകണം. അവർക്ക് മാത്രമേ പാതുകാപ്പുള്ളൂ. ജനങ്ങൾക്ക് എന്തോന്നാണ് പാതുകാപ്പ് തരണേ? വോട്ട് ചോദിച്ചു വരുമ്പോ ഇക്കാര്യം പറയുന്നു. വോട്ട് ചോദിച്ചു വരുമ്പോ ചോദിക്കാൻ പറഞ്ഞവരടുത്ത് നമ്മൾ പറയെ തന്നെ ചെയ്യണം. അപ്പോഴത്തേക്ക് അവർ ഇലക്ഷൻ സമയമല്ലേ, എല്ലാം ശരിയാവും, ശരിയാക്കാം. അപ്പോഴത്തേക്കുള്ള ഇത് തന്നെ. ഇലക്ഷൻ എന്താ ചേച്ചി പറയാനുള്ള? തെരഞ്ഞെടുപ്പ് എന്റെ അഭിപ്രായത്തില് മൂന്നാം പിണറായി വിജയ് സർക്കാർ വരണം. ഉറപ്പിച്ച് ഞാൻ ഞാൻ പച്ചയായിട്ട് വിളിച്ചു. ഞാൻ ഓർമ്മ വെച്ച കാലം പോലെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. ഞങ്ങളുടെ തീരുമാനം ഉറച്ചതാ. എന്റെ അഭിപ്രായം മൂന്നാമതും വരണം. അല്ലാതെ ജീവിക്കാകൂല. ഞങ്ങൾ ഇവിടെ ഇരുത്തിയ സർക്കാരാണ്, മാറ്റാൻ പറ്റും. വളരെ ശക്തമായ അഭിപ്രായങ്ങളുണ്ട്. മാറ്റം ആഗ്രഹിക്കുന്നവരുണ്ട്, ഈ ഒരു മൂന്നാം സർക്കാർ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇതെല്ലാം ചേർന്നാണ് പൊതുജനങ്ങൾ. അതിന്റെ എല്ലാം ഒരു സാമ്പിൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ആളുകളല്ലേ പറയേണ്ടത് എങ്ങനെയായിരിക്കും കേരളത്തിന്റെ അടുത്ത ദിശ എന്നുള്ളത്. അത് അറിഞ്ഞറിഞ്ഞ് നമുക്ക് ഇങ്ങനെ പോവാം. സവാരി ഗിരിഗിരി. അതെ ബൽറാം, നമുക്ക് ഈ ചൂടില് ഒരല്പം ദാഹശമനമായാലോ? നമുക്ക് നല്ല ഒരു ഒന്നാം തരം മോര് കിട്ടുന്ന ഒരു കടയുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത്. അപ്പൊ നമുക്ക് ആ കിടുക്കാച്ചി മോര് കുടിച്ചിട്ട് ഇനി നമ്മുടെ യാത്ര തുടരാം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ ആ മോര് കട ഇതാണ്, നമ്മുടെ ചേച്ചീന്റെ മോര് കടയാണ്. ട്രിവാൻഡ്രത്തെ ഫേമസ് ആണ് കേട്ടോ, മോഹൻസ് മോര് കട. അതെ അതെ. എന്താണ് ഇതിന്റെ ഒരു രഹസ്യം? ഞങ്ങൾ ഈ പാല് വന്നിട്ട് വീട്ടിൽ കാച്ചുള്ള പാലാണ്. പാല് കാച്ചി ഒഴിക്കണതാണ് സ്വന്തമായിട്ട്. എല്ലാം സർബത്തും മോരും തീരുമ്പോ നമ്മൾ അവിടെ വെച്ച് നിർത്തും. പുറത്തുനിന്ന് വെളിയിൽ വരവിന്റെ വാങ്ങിച്ചു കൊടുക്കില്ല. അപ്പൊ ആ സ്പെഷ്യൽ രഹസ്യക്കൂട്ട് ചേർത്ത ഒരു 4 മോര്. കൊള്ളാല്ലേ, എരിവൊക്കെ ഉണ്ട്. അപ്പൊ ഇനിത കടുത്ത ചൂടിന് നല്ല എരിവുള്ള തണുപ്പുള്ള രഹസ്യക്കൂട്ടുകളുള്ള മോര് അല്ലേ? അതെ. അപ്പൊ നമ്മുടെ ഇനി അടുത്ത യാത്ര മുന്നോട്ട് പോകാൻ ഒരു ഊർജം കൂടിയാണ് നമ്മുടെ ചേച്ചിന്റെ മോര് അല്ലേ? ഈ തെരഞ്ഞെടുപ്പ് യാത്രക്ക് സവാരി ഗിരിഗിരിക്ക് ഒരു ഊർജമാണ് ഈ ഒരു മോര്. അതെ. അപ്പൊ നമ്മൾ മോര് കുടിച്ച് യാത്ര തുടരുകയാണ്. വീണ്ടും വാർത്തകളിലേക്ക്. കണ്ണൂർ ധർമ്മടത്ത് UDF സ്ഥാനാർത്ഥിയെ തടയാൻ ശ്രമിച്ചെന്ന പരാതി. അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദിന് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് UDFന്റെ ആരോപണം. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയാണ് UDF പ്രവർത്തകർ. അജീഷ് ശകുമാറുണ്ട് കണ്ണൂരിൽ നിന്ന്. അജീഷ്, വിവരങ്ങൾ. ഉന്മേഷ്, ഈ UDF ധർമ്മടം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദിന്റെ പര്യടനത്തിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. അഞ്ചരക്കണ്ടി മുഴപ്പാല കൈരപ്പുറത്ത് വെച്ചാണ് ഈ ശ്രമം ഉണ്ടായെന്നാണ് UDF പ്രവർത്തകർ ആരോപിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പര്യടനം, അവരുടെ വാഹനം, അവരുടെ പ്രകടനവും കടന്നു വരുന്ന വഴിയിൽ ഇയാൾ തടഞ്ഞു നിർത്തി വാഹന പ്രചരണം ജാഥ അത് തടഞ്ഞു എന്നാണ് UDF പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇതിലെ ചില ദൃശ്യങ്ങളും അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു സ്കൂട്ടറുമായി നിൽക്കുന്ന ഒരു ആളാണ് ഈ കക്ഷി. ഇയാളുമായിട്ട് ഈ UDF പ്രവർത്തകർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതിന്റെ ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇയാൾ ഒരു പ്രാദേശിക CPM പ്രവർത്തകനെന്നാണ് UDF ആരോപിക്കുന്നത്. ഇയാൾ കയ്യേറ്റം ശ്രമിച്ചുവെന്നും സ്ഥാനാർത്ഥിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും UDF ആരോപിക്കുന്നുണ്ട്. എന്നാൽ ദൃശ്യങ്ങളിൽ അക്കാര്യങ്ങളൊന്നും വ്യക്തമാവുന്നില്ല. അക്കാര്യങ്ങളൊന്നും ദൃശ്യങ്ങളിലില്ല. എന്നാൽ ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ UDF പ്രവർത്തകർ ചക്രക്കൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തുന്നത്. ഇപ്പോഴും അവിടെ ഉപരോധം നടക്കുന്നുണ്ട്. ശരി.
അജീഷ് ശിവകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ധർമ്മടം MLA എന്ന നിലയിൽ പിണറായി വിജയന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? LDF സർക്കാരിന് മൂന്നാം ഊഴം ഉണ്ടാകുമോ? മുഖ്യമന്ത്രിയുടെ സ്വന്തം നാടായി പിണറായി നിവാസികൾക്ക് പറയാനുള്ളത് എന്താണ്? പിണറായിയിലെ വിമൺ കോപ്പറേറ്റീവ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ്സിലെയും ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെയും ജീവനക്കാർക്ക് പറയാനുള്ളത് കേൾക്കാം. മണ്ഡലം ചുറ്റുമകളകളിൽ അനുജ രാജേഷും സ്മിത ഹരിദാസും പിണറായിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ധർമ്മടത്താണ്. പ്രത്യേകിച്ച് നമുക്ക് പരിചയപ്പെടുത്തലിന്റെ ഒന്നും ആവശ്യമില്ല. ധർമ്മടം എന്ന് പറയുമ്പോൾ VVIP മണ്ഡലമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി മത്സരിക്കുന്ന മണ്ഡലമാണ്. അദ്ദേഹം മൂന്നാം ഊഴം തേടി, അത് സർക്കാരിന്റെ മൂന്നാം ഊഴവും ഉണ്ട്, കൂടാതെ ഒരു ജനപ്രതിനിധി MLA എന്ന നിലയിൽ കൂടി മൂന്നാം ഊഴം തേടി ഇവിടെ മത്സരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പിണറായിയിലാണ്. അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു കോഓപ്പറേറ്റീവ് ഓലിയമ്പലം തൊട്ടടുത്തുള്ള ഒരു കോഓപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ്സിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇവിടുത്തെ തൊഴിലാളികളോടൊക്കെ സംസാരിക്കാം. മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിലുള്ളവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. അപ്പോൾ പൊതുവേ എന്താണ് ഇപ്പോഴത്തെ ഒരു സംസാരം, ചർച്ചകൾ? ഈ ഒരു തവണ ഇനിയും വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. മണ്ഡലത്തിലെ സംസാരങ്ങൾ എന്താണ്? നിങ്ങൾ ഈ ചർച്ചകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? നിങ്ങൾ അതിൻ്റെ ഭാഗമാകാറുണ്ടോ? എങ്ങനെയാണ് മൂന്നാമത് മുഖ്യമന്ത്രിയായി പിണറായി തന്നെ എത്തുമോ, അല്ലെങ്കിൽ തുടർ ഭരണം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെയാണല്ലോ ചോദ്യങ്ങൾ. നിങ്ങൾ പിണറായിക്കാരുടെ ഒരു വികാരം എന്താണ്? ഉണ്ടാവും. അതായത് സർക്കാർ വരും, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കുമോ? നിങ്ങൾക്ക് വലിയ അഭിമാനമാണല്ലേ, നിങ്ങളുടെ മണ്ഡലത്തിൽ നിന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു വികാരം? ഇപ്പൊ പുറത്തേക്കൊക്കെ പോയിട്ട്, അതായത് ഈ സ്ഥലത്ത് നിന്ന് മറ്റ് ജില്ലകളിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ ധർമ്മടത്തു നിന്നാണ് വരുന്നതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ശരിക്കും പ്രത്യേകിച്ച് അതിലൊരു എന്തെങ്കിലും അഭിമാനമൊക്കെ തോന്നാറുണ്ടോ? എല്ലാവരും ചോദിക്കാറുണ്ടോ അതിനെപ്പറ്റി? അദ്ദേഹത്തിനെ കാണാറുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? അടുത്താണോന്നെല്ലാം ചോദിക്കാറുണ്ട്. അദ്ദേഹം ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാറുണ്ട്. ഇതിലിപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ തുടർ ഭരണം വന്നു. അപ്പൊ അതിന് നേതൃത്വം നൽകി. ഇപ്പൊ ക്യാപ്റ്റൻ എന്നുള്ള വിളിപ്പേരിലാണ് പിണറായി വിജയൻ അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ആ ക്യാപ്റ്റൻ എന്നൊക്കെയുള്ള വിളിപ്പേരിലൊക്കെ നിങ്ങൾ എത്രത്തോളം അഭിമാനിക്കുന്നുണ്ട്? അഭിമാനം തന്നെയല്ലേ. നമ്മളെ മുഖ്യമന്ത്രി ഇത്രയും 10 വർഷം വന്നു. ആ ഒരു മന്ത്രി വന്നതുകൊണ്ട് നമ്മൾ എന്തെല്ലാം നേട്ടം നമ്മളെ ചുറ്റും തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു സ്കൂളായിക്കോട്ടെ, നമ്മൾ ഈ അടുത്തുള്ള AKG സ്കൂളുണ്ട്. ആ സ്കൂള് പണ്ട് എങ്ങനെയായിരുന്നു, 10 വർഷം മുന്നേ എങ്ങനെയാണ്, ഇപ്പോഴെങ്ങനെയാണ്. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, മുണ്ടേരി സ്കൂളായിക്കോട്ടെ, ഇതെല്ലാം ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഇത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും കിട്ടുന്നില്ല, കാണാൻ പോലും കിട്ടുന്നില്ല മണ്ഡലത്തിലുള്ളവർക്ക് എന്ന് UDF സ്ഥാനാർത്ഥി പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? അങ്ങനെയൊന്നുമില്ല. നമ്മൾ MLA ആണ്, നമുക്കറിയാലോ മുഖ്യമന്ത്രി എന്നുള്ളത് ബാക്കി എല്ലാ മന്ത്രിമാരെക്കാട്ടും കൂടുതൽ ഉത്തരവാദിത്വം ചുമതലയുള്ള ആളാണ്. എങ്കിലും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഉള്ളപ്പോൾ മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. അത് നമുക്ക് വളരെ സന്തോഷമാണ്. എന്തോ ഒരു ആവശ്യത്തിന് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലുള്ള അദ്ദേഹത്തിനെ ആയിട്ട് ഇടപഴകാനൊക്കെ എത്രത്തോളം സാധിച്ചിട്ടുണ്ട്? അദ്ദേഹത്തെ കാണാറുണ്ടോ? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മുഖ്യമന്ത്രി അദ്ദേഹം അടുത്ത ഊഴം തേടി വരുന്നു, അത് സർക്കാരിനെ നയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മൂന്നാം LDF സർക്കാർ വരുമോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. കൂടാതെ ഇവിടെ നിന്ന് അതിൽ പിന്നെ പ്രത്യേകിച്ച് തർക്കമൊന്നും ഇല്ലല്ലോ. ഇവിടെ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നെ ഭൂരിപക്ഷം എങ്ങനെയാകും എന്നൊക്കെ ഉള്ളതിലാകാം ഒരുപക്ഷെ നമുക്കൊരു സംശയമെങ്കിലും ഉണ്ടാകാൻ പോകുന്നത്. കാരണം അബ്ദുൾ റഷീദാണ്, അദ്ദേഹം എന്തൊക്കെയോ അവകാശവാദങ്ങൾ ഉന്നയിക്കും. നമ്മൾ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെക്കാളും കൂടാനേ സാധ്യതയുള്ളൂ. കാരണം പിന്നെ ഇതുവരെ ഭരിച്ച മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ കേരളത്തിൽ ഇതുപോലെ ശക്തമായി കൊണ്ടുപോയ ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് കേരളത്തിൻ്റെ കരുത്തും. ആ കരുത്ത് എന്നും തുടരണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. തുടർഭരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സർക്കാർ വരും, പക്ഷെ മുഖ്യമന്ത്രി ഞാൻ തന്നെ ആവും എന്നുള്ള കാര്യത്തിൽ അതെനിക്ക് പറയാൻ പറ്റില്ല. അത് പാർട്ടിയാണ് നിശ്ചയിക്കുന്നതെന്ന്. പാർട്ടിക്ക് കീഴ്പ്പെട്ടു പോകുന്ന ആളാണ് പിണറായി. അതുകൊണ്ട് പാർട്ടി എന്ത് പറയുന്നോ അതാ പിണറായി അനുസരിക്കുക. നമ്മളെ ആഗ്രഹം പിണറായി വീണ്ടും തുടർന്ന് വരണം തന്നെയാണ്. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു.